RDX എന്ന ഈ വാർത്താ വിശകലന പരിപാടി ആരംഭിച്ചിട്ട് 6 മാസം മാത്രമാണായിട്ടുള്ളൂ. ന്യൂസ് മലയാളം എന്ന ഈ ചാനൽ ആരംഭിച്ചിട്ട് തന്നെ 1 വർഷവും 4 മാസവുമേ ആയിട്ടുള്ളൂ. അതിനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു വംശഹത്യ ഇന്ന് നാം ഈ സംസാരിക്കുന്ന നിമിഷത്തിലും നിർബാധം തുടരുകയാണ്. ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം മാത്രം ഗാസയിൽ എത്ര കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ടാവണം? അവിടുത്തെ കുഞ്ഞുങ്ങളെപ്പറ്റി, അമ്മമാരെപ്പറ്റി, പിടഞ്ഞു മരിച്ച 67,000 മനുഷ്യരെപ്പറ്റി, കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, പലായനം ചെയ്തവർ, പട്ടിണി കിടന്ന് മരിക്കാറായവർ, അവരെ പറ്റിയാണ് ഇനി RDXന് പറയാനുള്ളത്. കഴിഞ്ഞ 6 മാസത്തിനിടെ RDX എത്രയോ തവണ ഗാസയെപ്പറ്റി പറഞ്ഞു. വീണ്ടും പറയുകയാണ്. ഗാസയിലെ മനുഷ്യക്കുരുതിയുടെ 2 വർഷം. ആദ്യം RDX. 731 ദിവസങ്ങൾ, രാവും പകലും തീമഴ കണക്കെ മിസൈലുകളും റോക്കറ്റുകളും പതിച്ചു. ഗാസ എന്ന കടൽ തീരം മുൻപ് കത്തിച്ചാമ്പലായി. 2 വർഷങ്ങൾക്കിപ്പുറം മരിച്ചു വീണത് 10,000-കണക്കിന് മനുഷ്യർ. അതിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും സ്ത്രീകളും. ഇസ്രയേൽ പലസ്തീൻ തർക്കമെന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നത്തിന്റെ തുടർച്ചയായി 2023 ഒക്ടോബർ 7-നാണ് ഇസ്രയേലിലേക്ക് ഗാസയുടെ നിയന്ത്രണം കൈയാളുന്ന ഹമാസ് ആക്രമണം നടത്തിയത്. ആയിരങ്ങളുടെ മരണത്തിന്റെ പ്രതികാരമെന്ന പേരിൽ ഇസ്രയേൽ പിന്നീട് ഗാസയിൽ നടത്തിയത് ആസൂത്രിതമായൊരു വംശഹത്യയായിരുന്നു. ഭക്ഷണം കാത്ത് ക്യൂവിൽ നിന്ന കുട്ടികളടക്കമുള്ളവരെ സൈന്യം കൊലപ്പെടുത്തി. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന തന്നെ മുന്നറിയിപ്പ് നൽകി. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ നാളുകളായി നടത്തിയ മധ്യസ്ഥ ശ്രമം ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള തർക്കങ്ങളിൽ തട്ടി വിഫലമായപ്പോൾ ഒടുവിൽ ചെറുപ്രതീക്ഷ ഉയർന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിലാണ്. അപ്പോഴും ഇസ്രയേലിന്റെ വിശ്വസ്തനായ അമേരിക്കയുടെ ശ്രമങ്ങൾ ഗാസയ്ക്ക് ശാശ്വത സമാധാനം എത്തിക്കുമോ? ലോകത്തിനറിയില്ല, ആർക്കും അറിയില്ല. RDX ന്യൂസ് മലയാളം. പതിറ്റാണ്ടുകളുടെ വകയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം, വർഷങ്ങളായി വലുതും ചെറുതുമായ സംഘർഷങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമായത് അൽ-അഖ്സ പള്ളിയിലെ ഇസ്രയേലിൻ്റെ പ്രകോപനമടക്കമാണ്. ഗാസയിലെ ഉപരോധം, ജൂത കുടിയേറ്റം, സൗദി ഇസ്രയേൽ സൗഹൃദ ശ്രമം ഹമാസിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തത്. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിലെ ഹമാസിൻ്റെ മിന്നലാക്രമണം, അതിൽ 1200 പേർ കൊല്ലപ്പെട്ടത്, 251 പേരെ ബന്ദികളാക്കിയത് ഒക്കെ ഈ സംഭവ പരമ്പരകളുടെ ഈ 2023-ലെ തുടക്കമാണ്. 2023 ഒക്ടോബർ 8-ന് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ഇസ്രായേൽ. വ്യോമാക്രമണം ആരംഭിച്ചു. ഗാസയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമുണ്ടായി. 2023 നവംബർ 23-ന് ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ഒരാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപനം. 105 ബന്ദികളെ വിട്ടയക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഹമാസ് 240 പലസ്തീനികളെ വിട്ടയക്കുകയും ചെയ്തു ഇസ്രായേൽ. 2023 ഡിസംബർ 1-ന് ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം പുനരാരംഭിച്ചു. ഗാസയിൽ മരണം 15,000 കടന്നു. 2024 ജനുവരി 2-ന് ലബനനിൽ ഇസ്രയേലിൻ്റെ ഡ്രോൺ ആക്രമണമുണ്ട്. ഹമാസ് ഉപമേധാവി സാലിഹൽ അരൂരി അടക്കം 4 പേർ മരിച്ചു. 2024 ജനുവരി 21-ന് ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 25,000 കടന്നു. 2024 മെയ് 12-ന് ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35,000 കടന്നു. 2024 ഒക്ടോബർ 1-ന് ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ലബനനിൽ ഇസ്രായേലിന്റെ തിരിച്ചടി. 2024 ഒക്ടോബർ 16-ന് റഫയിലെ തൽ അൽ സുൽത്താനിൽ വെച്ച് ഹമാസ് തലവൻ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു. 2025 ജനുവരി 15-ന് ഗാസയിൽ വീണ്ടും താൽക്കാലിക വെടിനിർത്തൽ, വീണ്ടും ബന്ദിമോചനം. 2025 ജനുവരി 20-ന് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം. 2025 മാർച്ച് 1-ന് വെടിനിർത്തൽ അവസാനിച്ചു. ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ തടഞ്ഞു. 2025 ഓഗസ്റ്റ് 22-ന് ഗാസയിൽ 5 ലക്ഷത്തിലധികം മനുഷ്യർ പട്ടിണിയിലാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു. 2025 സെപ്റ്റംബർ 9-ന് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണമുണ്ടായി. 2025 സെപ്റ്റംബർ 29-ന് ഇസ്രയേൽ പിന്തുണയിൽ 20-ദിന ഗാസ സമാധാന പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ്. 2025 ഒക്ടോബർ 3-ന് ഗാസ സമാധാന പദ്ധതിയിൽ അമേരിക്കയുടെ ഉടമ്പടികൾ ഭാഗികമായി ഹമാസ് അംഗീകരിച്ചു. കുഞ്ഞുങ്ങളെ കൊന്നു തീർക്കുന്ന ഒരു സംഭവ പരമ്പരയാണ് ഗാസയിലുണ്ടായത്. ഇസ്രയേൽ ആക്രമണത്തിൽ ഓരോ മണിക്കൂറിലും ശരാശരി 1 കുട്ടി ഗാസയിൽ കൊല്ലപ്പെട്ടു. ഇതുവരെ 20,000-ഓളം കുഞ്ഞുങ്ങളെ കൊന്നു തീർത്തു. 10,000-കണക്കിന് കുട്ടികൾക്ക് പരുക്കേറ്റു എന്നാണ് UN റിപ്പോർട്ട്. കൊന്നൊടുക്കിയ കൈക്കുഞ്ഞുങ്ങൾ 916 പേരാണ്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ 4,365 പേർ. പട്ടിണി മരണം മാത്രം 460. പോഷകാഹാരക്കുറവ് കാരണം മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 159.
ഭക്ഷണത്തിന് കാത്തു നിൽക്കെ വെടിയേറ്റ് മരിച്ചത് 2957 കുട്ടികൾ. പരുക്കേറ്റവർ രേഖകൾ പ്രകാരം 1,69,679 പേർ. 2 വർഷത്തിനിടെ കൊന്നൊടുക്കിയത് 2265 സന്നദ്ധ പ്രവർത്തകരെയാണ്. മാധ്യമപ്രവർത്തകർ 270 പേർ. ഗാസ യുദ്ധം ആരംഭിച്ചപ്പോൾ പാശ്ചാത്യ ലോകം ഉറച്ചു നിന്നത് ഇസ്രയേലിനൊപ്പമാണ്. ഹീനമായ മനുഷ്യക്കുരുതി എന്നത് വ്യക്തമായപ്പോൾ ഇസ്രയേലിൻ്റെ സഖ്യരാഷ്ട്രങ്ങളടക്കം യുദ്ധത്തെ തള്ളി. ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ ഇസ്രയേലിൻ്റെ അടുത്ത സഖ്യരാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചു. പലസ്തീനെ എതിർത്ത് വോട്ട് ചെയ്തത് അമേരിക്ക, ഇസ്രയേൽ, അർജന്റീന അടക്കം 9 രാജ്യങ്ങൾ മാത്രമാണ്. ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതിയെ ഉറ്റുനോക്കുകയാണ് ലോകം. ഹമാസ് നിരായുധീകരണ ഉപാധി അംഗീകരിച്ചില്ലെങ്കിൽ സാധാരണക്കാരെയും തീവ്രവാദികളായി കണക്കാക്കും എന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ഗാസ സിറ്റി ഇല്ലാതാക്കും എന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. ഇതിന് ട്രംപിന്റെ മൗനാനുവാദവുമുണ്ട്. സാധാരണക്കാർക്ക് സഹായവുമായി എത്തിയ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലെ ഇസ്രയേൽ തടയുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച. ഫിനിഷ്, എന്തായാലും നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്, ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ആരംഭിച്ച സംഘർഷമാണ്. ഈ പരിമിതമായ കാലയളവിൽ നമ്മൾ ഒട്ടേറെ തവണ ഇതേ വിഷയം ഗാസ നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്തു. പലതവണ നമ്മൾ ഒരു ഘട്ടത്തിലൊക്കെ നമ്മളിത് ചർച്ച ചെയ്യുന്നത് നമ്മളെ മാനസികമായി ബാധിക്കുമോ എന്ന് തോന്നുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി എന്നുള്ളതാണ്. എന്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ച്? ഇപ്പോൾ ഏതാണ്ട് ഒരുപക്ഷെ ഈ അമേരിക്ക വ്യാഖ്യാനിക്കുന്ന, ഇസ്രയേൽ വ്യാഖ്യാനിക്കുന്ന സമാധാനത്തിലേക്ക് ഗാസ കടക്കും എന്നൊക്കെ ലോകം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സമയത്തും അവിടെ ആക്രമണങ്ങൾ നടക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നല്ലോ നമ്മൾ എന്നത് എന്തിനെക്കുറിച്ചെങ്കിലും സങ്കടകരമായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിനെക്കുറിച്ചാണ്. കാരണം നമ്മളൊരു 10-20 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20-30 വർഷം കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ആളുകൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിലെ, ലോകത്തിലെ മനുഷ്യൻ്റെ ചരിത്രത്തിലെ മുന്നോട്ട് പോക്കിലെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള 2 വർഷങ്ങളായിട്ടായിരിക്കും ഇതുവരെയുള്ള വർഷങ്ങളെ കണക്കാക്കപ്പെടുക. ഇതിന് ശേഷവും തുടരില്ല എന്നൊന്നുമില്ല. 2 വർഷം എന്ന് മാത്രം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത്. ശരിക്കും ഒരു 2 വർഷം എന്ന് വെച്ചാൽ, ഈ 2 വർഷം എന്ന് വെച്ചാൽ 2 നൂറ്റാണ്ടുകളുടെ പാപത്തിൻ്റെ കനമുള്ള 2 വർഷങ്ങളാണ്. 2 നൂറ്റാണ്ടുകളുടെ വലുപ്പമുള്ള 2 വർഷങ്ങളാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗാർഡിയനിലോ മറ്റൊരു ലേഖനം, അത് ഞാൻ അങ്ങനെ നോക്കാൻ മറന്നു ആരെഴുതിയതാണെന്ന്. അതിൻ്റെ തലവാചകം തന്നെ ഇതാണ്: ഡിസപ്പിയറിങ് പീപ്പിൾ, ഡിസപ്പിയറിങ് മോറൽസ് എന്നാണ് അതിൻ്റെ തലക്കെട്ട് ഞാൻ കണ്ടത്. അതിനകത്തൊരു ഭാഗം ഇങ്ങനെയാണ്: ഇറ്റ് ഫീൽസ് ആസ് ഇഫ് എവ്രിതിങ് ഹാസ് വാനിഷ്ഡ്. Not only the tens of thousands of Palestinians in Gaza erased without graves, without records, as if they had never existed. So many other things have been hollowed out. Basic conceptions of morality, decency, compassion, humanity, hope, future. അതായത് എല്ലാം വാനിഷായിപ്പോയി, എല്ലാം ഇല്ലാതായിപ്പോയി, അപ്രത്യക്ഷമായിപ്പോയി. എന്താണ്? ലക്ഷക്കണക്കിന് പലസ്തീനിയൻസ് അവർ ഒരു കാലത്തും ജീവിച്ചിരുന്നില്ല എന്ന മട്ടിൽ അവർ ഇല്ലാതായിപ്പോയി. അവരുടെ രേഖകളില്ല, അവർ ഈ മരണക്കണക്കിലില്ല, അവരില്ലാതായിപ്പോയി. എന്നാൽ ആ മനുഷ്യർ മാത്രമാണോ ഇല്ലാതായിപ്പോയത്? അല്ല, നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ കൂടെ ഇല്ലാതായിപ്പോയി. ബേസിക് കൺസെപ്ഷൻ, നമ്മളെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ, മൊറാലിറ്റി, ഡീസൻസി, സഹതാപം, അനുതാപം, ഇതര മനുഷ്യരോട് വേണ്ട സ്നേഹം, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, ഹോപ്പ്, ഭാവിയെക്കുറിച്ചുള്ള ആലോചനകൾ, ഇതെല്ലാം തന്നെയും ഇല്ലാതായിപ്പോയ 2 വർഷം എന്നതാണ് യഥാർത്ഥത്തിൽ. നമ്മൾ എങ്ങനെ ചുരുക്കി പറഞ്ഞാലും അത് അങ്ങനെയാണ് ഹർഷ. അതായത് നമ്മൾ മറ്റ് ലോകത്ത് അവിടെ ഉള്ള ആളുകളല്ലാതെ മറ്റുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ അതിനോട് വേണ്ടി പ്രതിഷേധം നടത്തുകയും മറ്റും ചെയ്ത് അതിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്നു. അവരവരുടെ ജീവിതവുമായിട്ട് മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്തും മറ്റും ഇങ്ങനെ പോകുന്നു എന്നതൊഴിച്ചാൽ യഥാർത്ഥത്തിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നിന്ദ്യമായിട്ടുള്ള, അതിനിന്ദ്യമായിട്ടുള്ള ഒരു കാലം എന്ന് തന്നെ നമ്മളിതിനെ കാണേണ്ടി വരും. നമ്മൾ മുമ്പ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങളൊന്ന് അടുക്കിപ്പെറുക്കി പറയാം. പക്ഷേ നമ്മളെന്നും പറയുന്നത് പോലെ ഈ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങേയറ്റം ക്രൂരനായിട്ടുള്ളൊരു ഭരണാധികാരിയും ഒറ്റ മനുഷ്യനുമായിട്ട് ആ നിലക്കുണ്ടാകുന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് എന്താണ് ഹർഷൻ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഹമാസ് അവിടെ ഈ ആക്രമണം നടത്തിയപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇത്രയും സംഭവങ്ങളുണ്ടായപ്പോൾ ഹമാസ് ഈ സംഘർഷത്തിന് തുടക്കമിട്ടെന്ന് പലരും വിചാരിക്കുന്ന ഈ 2 വർഷം മുമ്പ് ഇതേ ദിവസം നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ട ആ സംഭവത്തെയാണോ നിങ്ങൾ വലിയതായി കാണുന്നത്, നിങ്ങൾ കൂടുതൽ എതിർക്കുന്നത്? കാരണം ഈ സംഘർഷത്തിനൊക്കെ ഇടയാക്കിയത് അതാണ് എന്നാണല്ലോ പലരും പറയുന്നത്. അതിനെയാണോ നിങ്ങൾ ഏറ്റവും വലുതായി കാണുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ അതിക്രമത്തെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമേ ഇല്ല. അതിൽ സംശയമില്ലാത്ത വിധം ഹമാസാണ് വലിയ കുറ്റക്കാരെന്ന് പറയുന്ന നിരവധി ആളുകൾ ഈ നാട്ടിലടക്കമുണ്ട്. എനിക്കൊരു സംശയമില്ല, ഹമാസ് അല്ല, ഇസ്രയേലാണ് എത്രയോ വലിയ കുറ്റക്കാർ. കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 2 വർഷം മുമ്പ് ഇതേ ദിവസമല്ല ഈ പ്രശ്നം തുടങ്ങുന്നത്. അത്
പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ഇസ്രായേലിൻ്റെ തന്നെ നിന്ദ്യമായുള്ള ഇടപെടൽ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഞാൻ ഹമാസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇസ്രായേലിനെയാണ് ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ട് കാണേണ്ടത് എന്ന് ഒരു കാലത്തും മാറാത്ത അഭിപ്രായവുമായിട്ട് നിശ്ചിതമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഹമാസ് 2 വർഷം മുമ്പ് ഈ ദിവസം ഇങ്ങനൊരു ആക്രമണം നടത്തുമ്പോൾ നിശ്ചയമായിട്ടും ഇസ്രായേലിനെ അറിയാവുന്ന ആൾ എന്ന നിലക്ക്, ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്നറിയാവുന്ന ആളെന്ന നിലക്ക്, ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വേഗമായിട്ടുള്ള ഐഡിയ ആണെങ്കിലും വല്ലാത്ത തോതിലുള്ള ആശയങ്ങളില്ലാത്ത ആളുകൾക്കെല്ലാം തന്നെയും അറിയാമായിരുന്നു ഇസ്രായേൽ തിരിച്ചടിക്കും, വലിയ അതിക്രമങ്ങൾ തിരിച്ച് നടത്തും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇത്രക്ക് ഭീകരമായിട്ടുള്ള ആക്രമണം അവർ നടത്തുമോ എന്ന് നമുക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയിരുന്നില്ല ഇത്രക്ക് ഭീകരമായിട്ടൊരു രാജ്യത്തെ ആകപ്പാടെ തന്നെയും ബോംബുകൾ വർഷിച്ചിട്ട് ഇല്ലാതാക്കി കളയും, കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ കൊല്ലും, സ്കൂളുകൾ തകർക്കും, ആശുപത്രിക്ക് മേൽ ബോംബിടും, ബേസിക് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഗതികൾക്കൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇരുന്നില്ല. എന്നു മാത്രമല്ല ഹർഷ, അതായത് കുട്ടികൾ മരിക്കുന്നു, കൊല്ലപ്പെടുന്നു എന്ന് വേവലാതിയോടെ പറയുമ്പോൾ താഴെ വന്ന് ചിരിക്കുന്ന മലയാളികളുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഈ കുട്ടികളുടെ പട്ടിണി കോലം കണ്ടിട്ട് അതിന് താഴെ ഹഹ എന്ന് ഇമേജ് ഇടുന്ന ഈ സോഷ്യൽ മീഡിയ ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേയില്ല. ഇത്രമാത്രം നടന്നിട്ട് പോലും ഇപ്പോഴും ഹമാസ് കുഴപ്പക്കാരാണ്, ഇസ്രായേൽ ആകെ മഹാന്മാരാണ്, ബെഞ്ചമിൻ നെതന്യാഹു ധീരനാണെന്നൊക്കെ പറയുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ടാകും എന്ന് ഞാൻ ആ ദിവസങ്ങളിൽ വിചാരിച്ചിരുന്നേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ 1-2 ആളുകളുണ്ടാകും, അതിലപ്പുറത്തേക്ക് ആളുകൾ പോവുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അതുകൊണ്ടാണ് ഡിസപ്പിയർ ചെയ്തത് ഈ മനുഷ്യർ, പലസ്തീനിൽ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, 66,000 എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ കണക്കുകളിൽ ഈ വലിയ 50 ബില്യൺ ടണ്ണോ മറ്റോ ആണ് ഈ നാശനഷ്ടങ്ങൾ, കെട്ടിടങ്ങളുടെ പുകയും പൊടിയൊക്കെ അവിടെയുള്ളത്. അതിനകത്ത് എത്രമാത്രം മനുഷ്യരുണ്ട് നമുക്കറിയില്ല. 3.5 ലക്ഷം വരെ കണക്ക് പോകുമെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ഡിസപ്പിയറിങ് മനുഷ്യർ മാത്രമല്ല, നമ്മുടെ മനുഷ്യൻ എന്ന നിലക്ക് നമ്മളെ പ്രചോദിപ്പിച്ച് നിർത്തുന്ന മനുഷ്യൻ, എത്ര സുന്ദരമായ പദം എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളിലെ മനുഷ്യത്വം എന്ന സംഗതി ഇങ്ങനെ ഡിസപ്പിയർ ചെയ്യപ്പെട്ട ഒരു കാലം നമ്മൾ ജീവിച്ചിരിക്കുന്ന മറ്റൊരു കാലത്തില്ല. നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട് പ്രാകൃതമായ കാലത്ത്. ഇപ്പോൾ ആധുനികവും സാങ്കേതിക വിദ്യകളും മറ്റുമൊക്കെ ചേർന്ന് ഐഡിയകളും ജനാധിപത്യപരമായിട്ടുള്ള ആലോചനകളൊക്കെ ചേർന്ന് കുറെ കൂടെ മോഡേണൈസ് ചെയ്തൊരു സമൂഹത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രക്ക് നിന്ദ്യമായിട്ടുള്ളൊരു സംഗതി ഉണ്ടായിട്ടേ ഇല്ല. ഇതിവിടെ തീരട്ടെ എന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇതുപോലൊന്ന് ഇനി നമ്മുടെ ജീവിതകാലത്തും അതിനപ്പുറത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. തീർച്ചയായും ഇത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം മറ്റു പല രാജ്യങ്ങളിലും ഈ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ ശക്തമായ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അവിടെ ഈ മറുത്ത് ഇതുപോലെ ഹഹ ഇമോജി ഇടുന്നവരൊക്കെ അവിടെയും ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ചരിത്രം, നമ്മുടെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് അത്രമേൽ നശിച്ചു പോയല്ലോ എന്നുള്ള സങ്കടം സ്വാഭാവികമായും അത് നമുക്കുണ്ട്. മാത്രമല്ല ഈ 2023 ഒക്ടോബർ 7-നാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത് എന്ന മട്ടിൽ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നതാണ് പ്രശ്നം. കാരണം ആ വർഷം, അതായത് 2023 ഒക്ടോബർ 7-ന് മുമ്പ് ആ ഒരൊറ്റ വർഷം ഏതാണ്ട് 300-നടുത്ത് ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. ഇസ്രായേലികൾ കൊന്നിട്ടുണ്ട്, അവിടുത്തെ സെറ്റ്ലേഴ്സ് കൊന്നിട്ടുണ്ട്, അവിടത്തേക്ക് ഈ കുടിയേറ്റക്കാരായി കയറിപ്പോകുന്ന ഇസ്രായേലികൾ കൊന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന അവസ്ഥയിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ചെറുത്തുനിൽപ്പാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ഒരൊറ്റ വർഷം. തനിച്ച് ഇതിപ്പോൾ നമ്മൾ പല ആവർത്തി പറയുന്നത് പോലെ വിശാലമായ ഒരു ഭൂപ്രദേശത്തൊന്നുമല്ലോ, ഇട്ടാവട്ടത്താണ് ഈ 300 പേരെ ആ വർഷം തന്നെ, അതായത് 2007 ഒക്ടോബറിൽ തന്നെ കൊല്ലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഫലസ്തീനികൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു കുറച്ച് കാലയളവ് മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു 5 വർഷത്തെ കാലയളവ് എടുത്താൽ 2018 ഒക്ടോബർ 7 മുതൽ 2023 ഒക്ടോബർ 7 വരെ ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഇവർ കൊലപ്പെടുത്തിയ ആളുകളുടെ എണ്ണം എത്രയാണ്? 1500 വരെ വെസ്റ്റ് ബാങ്കിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹമാസ് ഇങ്ങനെ കുഴപ്പം കാണിച്ചത് കൊണ്ടല്ലേ തിരിച്ചടിച്ചത് എന്ന് ചോദിച്ചാൽ, വെസ്റ്റ് ബാങ്കിൽ ആരെന്ത് കുഴപ്പം കാണിച്ചിട്ടാണ് അവരെ കൊന്നൊടുക്കുന്നത്? 1500 പേരെ ഈ 5 വർഷത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ കൊന്നൊടുക്കി ഇസ്രായേൽ ഫലസ്തീനികളെ. അവിടെ വേറെ എന്തെങ്കിലും ഒരു കുഴപ്പം അവർ കാണിച്ചിട്ടില്ല. അതുപോലെ 10-200 പേരെ ഈ ഗാസയിലും ആ കാലത്ത് തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഈ ചെറിയ പ്രദേശത്ത് ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അതല്ല, ഈ 5 വർഷത്തെ ചരിത്രം മാത്രമല്ലല്ലോ നമ്മൾ എടുക്കേണ്ടത്. അതിന് പിന്നിലേക്ക് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ എന്താണ് അവസ്ഥ? എത്ര കൂട്ടക്കൊലകൾ, എത്ര യുദ്ധങ്ങൾ, വംശഹത്യ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം സംഭവിച്ചിട്ടില്ലേ? 100,000-ന് മേൽ ആളുകൾ പല ഘട്ടങ്ങളിലായി അവിടെ ഈ നിലയ്ക്ക് ഇതിനു മുമ്പും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 100,000-ന് മേൽ ആളുകൾ. അപ്പോൾ ആ കണക്കൊക്കെ എവിടെ പോകും? ഒക്ടോബർ 7-ന് മുമ്പുള്ള ഈ കൊലപാതകങ്ങളും ഈ പറയുന്ന ആക്രമണങ്ങളുമെല്ലാം 1,34,000-ലേറെ പേർ
പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. അതായത് ഒക്ടോബർ 7 മുമ്പ് ഒക്ടോബർ 7 മുമ്പുള്ള അതുവരെയുള്ള ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള, അല്ലെങ്കിൽ പലസ്തീനിലേക്കുള്ള ഇസ്രായേലിൻ്റെ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം 1,34,000 പേർ നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇത് മാത്രമല്ല, 50 ലക്ഷത്തിലേറെ പേർ അഭയാർത്ഥികളായി മാറിയിട്ടുണ്ട്. അഭയാർത്ഥികളായി ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ചിതറിയിട്ടുണ്ട്. ഒരു ജനതയല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. 48-ന് ശേഷമാണ് കേട്ടോ, 1948-ന് ശേഷം 2023 ഒക്ടോബർ 7 ഇടയിലുള്ള കാലത്ത് സംഭവിക്കുന്ന കാര്യമായി പറയുന്നത്. ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു ജനതയിൽ നിന്ന് സ്വാഭാവികമായും ഉയരുന്ന ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്ന മട്ടിലൊക്കെ തന്നെയാണ് ഈ ആക്രമണങ്ങളെയൊക്കെ കാണാനാവുക. കാരണം ഒരു ജനതയെ അങ്ങനെ കൊന്നൊടുക്കാൻ തീരുമാനിക്കുന്നു, അതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ പരമാവധി സഹകരിച്ചു പോകാൻ, ഇസ്രായേലുമായി സഹകരിച്ചു പോകാവുന്ന ഒരു സാധ്യത ഉണ്ടോ എന്ന് ഫത്താ പാർട്ടി അന്വേഷിക്കുന്നു. അവിടെയാണ് 1500 പേരെ ഈ പറയുന്ന 5 വർഷത്തെ ഒക്ടോബർ 2023 ഒക്ടോബർ 7-ന് മുമ്പുള്ള 5 വർഷത്തിനിടയ്ക്ക് 1500 പേരെ കൊന്നുകളഞ്ഞത്. ഒരു കാര്യവും ഇല്ലാതെ കൊന്നുകളഞ്ഞത്. അതിൽ ബഹുഭൂരിപക്ഷം കൊലപാതകങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? ഈ അവിടേക്ക് കടന്നു കയറിയിരിക്കുന്ന കുടിയേറ്റക്കാരായ ആളുകൾ വെറുതെ കൊന്നുകളയുകയാണ്, ആ പലസ്തീനികളെ കൊന്നുകളയുകയാണ്. തിരിച്ചെന്തെങ്കിലും ചെയ്യാവുന്ന സ്ഥിതി അവിടെ ഇല്ല. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഇപ്പുറത്ത് നിൽക്കുന്നവൻ്റെ കയ്യിൽ കവണിയാണുള്ളത്, അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ കയ്യിൽ മെഷീൻ ഗണ്ണുമാണുള്ളത്. ആ നിലയ്ക്കാണ് കുട്ടികൾ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എത്ര കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും സനീഷ് പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഇങ്ങനെ പട്ടിണിക്കോലങ്ങളെ നമ്മളിങ്ങനെ കാണേണ്ടി വരും, പട്ടിണിക്കോലങ്ങളായി കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിച്ചു വീഴുമെന്ന് നമ്മൾ ഒരു കാലത്തും കരുതിയിട്ടില്ല. മാത്രമല്ല, ആധുനിക ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഈ വംശഹത്യയുടെ ഭാഗമായി തന്നെയാണ്. ഈ വംശഹത്യ പുറം ലോകത്തെത്താതിരിക്കാൻ വേണ്ട നടപടി എന്ന മട്ടിൽ തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകരെ കൊന്നിരിക്കുന്നത്. 270 മാധ്യമപ്രവർത്തകരാണ് ഗാസ എന്ന് പറയുന്ന ആ ചെറിയ പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുക? മാധ്യമപ്രവർത്തകരെ ടാർഗറ്റ് ചെയ്തു. മാധ്യമപ്രവർത്തകർ പലപ്പോഴും വലിയ സംഘർഷഭൂമിയിൽ നിൽക്കുമ്പോൾ പ്രസ് എന്നൊക്കെ എഴുതി വെച്ച് അവരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവുമൊക്കെ അവിടെ ഉണ്ടാവും. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടാകും. അതിൽ അവർ മാധ്യമപ്രവർത്തകരെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അവരെ തെരഞ്ഞെടുപ്പിച്ച് കൊല്ലുക. വിയറ്റ്നാം യുദ്ധത്തിൽ 70 പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. വിയറ്റ്നാം യുദ്ധത്തിൽ 70 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 270 മാധ്യമപ്രവർത്തകരെ പലസ്തീനിൽ കൊന്നിരിക്കുക. അത് പിന്നെ പോട്ടെ എന്ന് നോക്കാം. മാധ്യമപ്രവർത്തകരുടെ നഷ്ടം എന്നതൊരു നഷ്ടമായി അത് ഇതിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് പറയാം. കാരണം ഇതിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത് എന്നത് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവിടെ കൊല്ലപ്പെട്ട കുട്ടികൾ, പട്ടിണി കിടന്ന് കൊല്ലപ്പെട്ട, ഭക്ഷണം വാങ്ങാൻ ക്യൂ നിന്നപ്പോൾ കൊല്ലപ്പെട്ട കുട്ടികളുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും യുദ്ധവെറിയോടെ ഇവർ മുന്നോട്ട് പോകും, നല്ല വംശഹത്യാ വെറിയോടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഒരു സംഘം ആളുകൾ അതിൽ കൈയടിച്ച് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കുന്നു എന്നത് എത്ര ആലോചിച്ചിട്ടും അവരുടെ ലോജിക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല, അവരുടെ മനുഷ്യത്വം എന്താണ് എന്നും തീർച്ചയായും അത് പിടികിട്ടുന്നില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ 2023 കൊല്ലപ്പെട്ട ഫലസ്തീനി കവി റഫാത്ത് അൽ അരീറിൻ്റെ വരികൾ PK പാറക്കടവ് വിവർത്തനം ചെയ്തിരുന്നു. അതിങ്ങനെയാണ്: ഞാൻ മരിക്കേണ്ടി വന്നാൽ എൻ്റെ കഥ പറയാൻ, എൻ്റെ സാധനങ്ങൾ വിൽക്കാൻ, ഒരു തുണിക്കഷ്ണവും കുറച്ച് ചരടും വാങ്ങാൻ നീ ജീവിക്കണം. ആരോടും വിട പറയാതെ, സ്വന്തം ശരീരത്തോട് പോലും വിട പറയാതെ, പൊട്ടിത്തെറിയിൽ മരിച്ചുപോയ അച്ഛനെയും കാത്തിരിക്കുന്ന കണ്ണിൽ സ്വർഗവുമായി ഗാസയിലെ ഒരു കുട്ടി എൻ്റെ പട്ടം കാണുന്നു. സ്നേഹം തിരികെ കൊണ്ടുവരാൻ ഒരു മാലാഖ അവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നു. എനിക്ക് മരിക്കേണ്ടി വന്നാൽ അതാ കുഞ്ഞിന് പ്രതീക്ഷ നൽകട്ടെ, അതൊരു കഥയാവട്ടെ എന്ന്. ഭയാനകമായ ആ സത്യം 10,000-കണക്കിന് തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ഭൂമിയിൽ. ജ്വാലകളുടെ തൊട്ടിൽ എരിയാൻ വിധിക്കപ്പെട്ട, ജനിക്കും മുമ്പ് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി നമ്മളിനി എന്ത് പറയാനാണ്? കൊല്ലരുതേ എന്നല്ലാതെ.